Hello, welcome to market discussion of the day. Today, 29th of July 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ക്രാഷ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ 4 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഈ ചൊവ്വാഴ്ച ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ. അപ്പോൾ ഈ 4 ദിവസവും ഈ പർട്ടിക്കുലർ ടൈമിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക കയറാൻ പറ്റുമെങ്കിൽ എന്താ പറയുക ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബാച്ച് 9 മണിക്ക് രാത്രി 9 മണിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലും മലയാളം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനത് കോർഡിനേറ്റ് ചെയ്തോളാം എന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്ന് ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് കലണ്ടറിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം 3 മണിക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. വേറൊരു വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. അതേപോലെ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. ഇതിനകത്ത് CB കൺസ്യൂമർ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിലും ഇന്ന് അത് വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, സോ അതിനുശേഷം വൈകുന്നേരം രാത്രി 7 മണിക്ക് UK ടൈമിംഗ് 7 ആണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് UK ടൈമിങ്ങിലാണ് കേട്ടോ. സോ UK ടൈമിംഗ് 7 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും അതിന് ശേഷമുള്ള FOMC കോൺഫറൻസിൻ്റെയും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അതിപ്പം 4.50 അത് മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പം കുറച്ച് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നാളെ. ഓക്കെ, പക്ഷേ മാറ്റിയാലും ഇല്ലെങ്കിലും പ്രസ് കോൺഫറൻസ് FOMC പ്രസ് കോൺഫറൻസിനകത്ത് നമ്മളുടെ പവൽ പറയുന്ന സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ന്യൂസുമാണ്. അപ്പോൾ ഇതുമാണ് ഇന്നും നാളെയും ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ 2 ദിവസവും ഇന്നത്തെ ദിവസം എനിക്കറിയില്ല, ഗോൾഡിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഗോൾഡിനെ കുറിച്ച് പറയുമ്പം പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ നേരെ നമ്മളുടെ JPYയിലോട്ട് പോകുമ്പം JPY 148 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി. ഓക്കെ, ഇന്നലെ 148 അവിടെ സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നത് 148.70 ആയിരുന്നു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് ഇന്നലെ ക്ലോസിങ് 148 മുകളിലായിരുന്നു. ഓക്കെ, ഇന്നത്തെ എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സും 148 മുകളിലായതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇനി ഒന്നും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും 148 സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ഈ വീക്ക് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീക്ക് നിന്നിട്ട് ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ, വെള്ളിയാഴ്ച നോൺ ഫാം പെയറുകൾ, അപ്പോൾ ഒരുപാട് ന്യൂസുകളുണ്ട്. സോ അത് മാറി നിന്നിട്ട് ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക 148 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയാൽ നമുക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് വേണമെങ്കിൽ 148 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബൈ ഒക്കെ എടുത്ത് ചെറിയ ഒരു ഡേ ട്രേഡേഴ്സിന് നമുക്ക് ഒരു ചെറിയൊരു പിപ്പ് പ്രോഫിറ്റൊക്കെ എടുത്ത് പോകാവുന്നതുമാണ് കേട്ടോ. കാരണം 148 ഇന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് മേജർ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇന്ന് ഉറപ്പായിട്ട് ന്യൂസ് ഉണ്ട്. കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അത് നാളത്തെ ന്യൂസിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റിങ്ങിലായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നാരോ മൂവ്മെൻ്റ് ആയിരിക്കും എല്ലാത്തിനകത്തും നമുക്ക് കാണാനായിട്ടും സാധിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. ഇതാണ് JPYയുടെ അവസ്ഥ. രണ്ടാമത് നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ
യൂറോ 1.15571 നിൽക്കുന്നു. ഇന്നലെ 1.17 തിങ്കളാഴ്ച 1.1762 നിന്ന മാർക്കറ്റ് ഒറ്റയടിക്ക് എല്ലാം റെഡ് ക്യാൻഡിലാണ് അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1.1570 എന്ന് പറഞ്ഞ് ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ലോ ആയിട്ടുള്ളൊരു പ്രൈസാണിത്. ഓക്കെ, സോ ഇവിടുന്ന് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇപ്പോൾ ഒന്നും മേടിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങടെ വരെ പോകും എന്നുള്ളൊരു കാര്യം നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് മേടിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുക. കാരണം നമുക്ക് US യൂറോപ്യൻ കൺട്രീസിനെതിരെ കൊടുത്തുള്ള താരിഫ് അനൗൺസ്മെൻറ്റിനകത്തൊരു തീരുമാനം വന്നു. ഓക്കെ, ആ തീരുമാനം എന്ന് പറയുന്നത് 15% താരിഫ് ആയിരിക്കും. അപ്പം ആ താരിഫ് ആക്ച്വലി ഇത് അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ കൺട്രീസ് അത് അംഗീകരിച്ചിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പം പല എന്താ പറയുക ഇപ്പോൾ പ്രതിപക്ഷം അതിനെതിരെ യൂറോപ്യൻ കൺട്രീസിലുള്ള പ്രതിപക്ഷം അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വന്നാൽ, ഈ ഒരു തീരുമാനത്തിനെതിരെ എന്തെങ്കിലും ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് യൂറോ ഇനിയും താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ 1.1500 ഒരു പ്രോപ്പർ സപ്പോർട്ട് തന്നെ ആയിരിക്കും. അവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBPയും സെയിം അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് നിൽക്കുന്നത്. 1.33360 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്കറിയാം 1.3300 പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ നമുക്ക് ഇനി നമുക്ക് ഇന്ന് രാവിലെ 1.33172 വരെ പോയിട്ടുണ്ട്. വേണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. സ്റ്റോപ്പ് ലോസ് വേണം 1.3240 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ബൈ ചെയ്ത് ഒരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ആഴ്ചയാണ് പ്രശ്നം. ഈ ആഴ്ച ഒരുപാട് ന്യൂസുകൾ ഉണ്ടായതുകൊണ്ടിട്ടാണ് എനിക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് വരാനായിട്ട് പോകുന്നത്. ഇന്നങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംഭവ ബിഹുലമാണ്. നാളെ GDP, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെയും അതിനകത്ത് പറഞ്ഞിട്ടുള്ള സ്പീച്ചിൻ്റെയും കാര്യങ്ങളിലേക്ക് ഇമ്പാക്റ്റ് വ്യാഴാഴ്ച വരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച നോൺ ഫാം പേറോള് വിഷയമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചോയ്സാണെന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ടെക്നിക്കൽ മാത്രം കൺസിഡർ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഫണ്ടമെൻ്റൽസും കൺസിഡർ ചെയ്യാറുണ്ട്. അതുകൊണ്ടിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ആ ലോസ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓക്കെയാണ് എന്ന് ഉള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കത് എടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ നമ്മളുടെ ഗോൾഡിലോട്ട് നമ്മൾ വരുമ്പോൾ 3324 ഇന്നലെ നമുക്ക് ലോ ഹിറ്റ് ചെയ്ത് 3300 വന്ന് ഹിറ്റായിട്ടുണ്ടായിരുന്നു. 3324 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നു. ഇനി ഗോൾഡിൽ ഒരു കമൻറ്റും ഇല്ല. 3300 ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ ഗോൾഡിൽ ട്രേഡിങ് ചെയ്യുന്നില്ലെന്ന്. എനിക്ക് ഗോൾഡൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു എന്തെങ്കിലും. കാരണം ബേസിക്കലി ഉള്ള റീസൺ എന്താ വെച്ചാൽ ഇത്രയും കാലം ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. വാർ എന്ന് പറയുന്ന ഒരു സംഭവം ഓൾമോസ്റ്റ് ഗോൾഡിനെ 2000-ൽ നിന്ന് 600-700 റേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2800 റേഞ്ചിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം US പ്രസിഡന്റ് വന്നു, താരിഫ് അനൗൺസ്മെന്റ് നടത്തി. അത് 2800-ൽ നിന്ന് 3500 വരെ കൊണ്ടുപോയി. ഓക്കെ, ഈ താരിഫ് അനൗൺസ്മെന്റ് നടത്തിയ കഴിഞ്ഞ ഏകദേശം ഒരു 6-7 മാസം മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ആയിരുന്നു. ഈ രാജ്യത്തിനെതിരെ എത്രമാത്രം താരിഫ് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മേജറായിട്ടുള്ള കൺട്രീസ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, അതേപോലെ നമ്മളുടെ UK, അതേപോലെ കാനഡ, അതേപോലെ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫുകൾ കൃത്യമായിട്ട് US പറഞ്ഞിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഈ എന്താണ് ഈ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു എസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് അവിടുത്തുള്ള ആൾക്കാർ, യു എസിലുള്ള ആൾക്കാർ മേടിക്കാൻ നേരത്ത് ഇപ്പം 15% താരിഫാണ് യൂറോപ്പിൽ നിന്നുള്ള പ്രോഡക്ട്സിന് യു എസ് കൊടുത്തിട്ടുള്ള താരിഫ്. ഓക്കെ, അപ്പം ഈ താരിഫിൻ്റെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടത് ആക്ച്വലി യു എസിലുള്ള ആൾക്കാരാണ്, സാധാരണ ജനങ്ങളാണ്. അതായത് 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന $100 മേടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇനി മുതൽ $115 ആകും എന്നുള്ളതാണ്. അത് അവിടുത്തെ ആൾക്കാരാണ് കൊടുക്കേണ്ടത്. അത് നേരെ യു എസ് ഖജനാവിലോട്ടാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ യു എസ് ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. പക്ഷേ യു എസ് ഗവൺമെൻറ്റിന് അത് നല്ലൊരു കാര്യമാണ്. എന്നതിലുപരി യു എസിൻ്റെ ലോങ് ടേം പ്ലാൻ അവിടെ മാനുഫാക്ചറിങ് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, യൂറോപ്യൻ കൺട്രീസ് വന്ന് യു എസിൽ മാനുഫാക്ചർ ചെയ്താൽ അവിടെ എക്സ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ 15% എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക താരിഫ്, ആ എക്സ്ട്രാ പൈസ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനീസ് തുടങ്ങുക, ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ പോയി തുടങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ യു എസിലുള്ള യു എസ് ബേസ്ഡ് കമ്പനീസിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുക. കാരണം വെളിയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം ഭയങ്കര പ്രൈസ് ആയിരിക്കും അല്ലേ. സോ അങ്ങനെ പ്രൈസ് വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ആൾക്കാർ എന്ത് ചെയ്യും, യു എസിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത യു എസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് നമ്മുടെ ട്രേഡിംഗ് ആയിട്ടൊരു ബന്ധവുമില്ല, ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറി നിന്നിട്ട് നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞിട്ടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഗോൾഡിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിനകത്തൊക്കെ ഒരു തീരുമാനമാവട്ടെ. അത് മാത്രമല്ല, വെള്ളിയാഴ്ച ഓഗസ്റ്റ് 1 ആണ് ആക്ച്വലി എല്ലാ രാജ്യങ്ങൾക്കും എതിരെയുള്ള താരിഫ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിനകത്ത് ഉറപ്പായിട്ടും പുള്ളിക്കാരൻ എന്തെങ്കിലും ഷോ കാണിക്കാനായിട്ട്, പുള്ളിക്കാരൻ ഷോമാൻ ആണല്ലോ, പുള്ളിക്കാരൻ ഷോ കാണിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണല്ലേ. സോ എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. മാർക്കറ്റ് അപ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാർക്കറ്റ് കുത്തനെ മുകളിലോട്ടോ താഴോട്ടോ പോകാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് വളരെ 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 ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വീക്കാണ് ഈ വീക്ക് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് മാത്രം തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.